കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനൊരു യാത്ര പോകുന്ന കാര്യം എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കെങ്കിലും അറിയാം എങ്ങോട്ടാണെന്നുള്ളത്. ആ യാത്രയിലെ സന്തോഷങ്ങൾ പങ്കിട്ടൊരു വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചു. ആദ്യത്തെ സന്തോഷം ഈ കപ്പലണ്ടി മിഠായി തന്നെയാണ് കേട്ടോ. യാത്ര സമ്മാനിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്നൊക്കെ എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണെന്നറിയാമോ ഈ കപ്പലണ്ടി മിഠായി. ഈ പ്രായത്തിലും എനിക്ക് ഭയങ്കര ആശ്വാസം തന്നെയാണത് കേട്ടോ. പിന്നെ ദേ പ്രകൃതി ഒരുക്കിയ സൗന്ദര്യം ഇങ്ങനെ വഴിനീളെ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയല്ലേ. കാറ്റേറ്റ് കുറച്ചു നേരം ഞാനൊന്ന് മയങ്ങുമെങ്കിലും പിന്നെ കണ്ണു തുറക്കും, ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ വന്നു. പിന്നെ ഒരു ലിഫ്റ്റൊക്കെ കയറി നമ്മുടെ സ്ഥിരം വ്യൂ പോയിന്റിലും എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ചിലപ്പോൾ മണിക്കൂറുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. എന്തു തന്നെ ആയാലും അവിടെ നിന്ന് ഒരിമ്മിണി ആശ്വാസം കിട്ടും എന്നുള്ളത് കൊണ്ട് എത്ര നേരം വേണമെങ്കിലും കാത്തിരുന്നേ പറ്റുള്ളൂ. നിറം മങ്ങിയ എത്രയോ ജീവിതങ്ങൾ ആ മുറ്റത്തുകൂടി ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാവും ഈ പൂക്കളൊക്കെ ഇത്ര ഭംഗിയായി വിരിഞ്ഞു നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ വന്ന് കുറച്ച് നേരം കാറ്റുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഞങ്ങളോട് കഥ പറയാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ. കണ്ണുനീരിൻ്റെയും നഷ്ടപ്പെടലിൻ്റെയും കഥ മാത്രമല്ല, പ്രതീക്ഷയുടെ കഥകളും അവർക്കറിയാട്ടോ. ചുരുക്കം പറഞ്ഞാൽ തീവ്രവേദനകളുടെ ഈ ലോകത്ത് സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ തിരയുന്ന തിരക്കിലായിരുന്നു എന്നത്തെയും പോലെ ഞാൻ.